ജനിച്ചതുപോലെ ജനിച്ചതല്ല, എല്ലാവരും വളർന്നതുപോലെ വളർന്നതല്ല. യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ വളർച്ച വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ മരണം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ അടക്കം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ ഉയർപ്പ് വ്യത്യസ്തമെന്ന് പറയാനല്ല, യേശു ഉയർത്തതുപോലെ ആരും ഉയർത്തിട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ജനിച്ചതുപോലെ ആരും ഇവിടെ ജനിച്ചിട്ടില്ല, യേശു ജീവിച്ചതുപോലെ ആരും ഇവിടെ ജീവിച്ചിട്ടില്ല, യേശു മരിച്ചതുപോലെ ആരും ഇവിടെ മരിച്ചിട്ടില്ല, യേശു അടക്കപ്പെട്ടതുപോലെ ആരും അടക്കപ്പെട്ടിട്ടില്ല, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഇവിടെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഇഷ്ടപ്രകാരമല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു മനുഷ്യന്റെയും ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഇഷ്ടപ്രകാരമായിരിക്കുമ്പോൾ യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹ നിശ്ചയം മാത്രം നടന്നിരിക്കുമ്പോ അവളോട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. കണ്ടോ, ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞപ്പോ അവൾ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ന്യായമായ ചോദ്യമല്ലേ? അവക്കത് ചോദിക്കുവാനുള്ള ഒരു ആംബിയർ ഉണ്ടായിരുന്നു. അവൾ ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോ ഗബ്രിയേൽ മാലാഖ ആ മറിയയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ യേശു എന്ന പേർ വിളിക്കും. വിശുദ്ധ പ്രജയാണ് യേശു ക്രിസ്തു. കേട്ടോ, യേശു ക്രിസ്തു വിശുദ്ധനാണ്. യേശു ജനിച്ചപ്പോൾ യേശുവിൽ പാപമില്ലായിരുന്നു, യേശു വളർന്നപ്പോൾ യേശുവിൽ പാപമില്ലായിരുന്നു, യേശു പരിശുദ്ധനായിരുന്നു. അതുകൊണ്ടാ യെരൂശലേം തെരുവീതിയിൽ നിന്നുകൊണ്ട് നെഞ്ചിൽ തട്ടിക്കൊണ്ട് യേശു ചോദിച്ചത്, നിങ്ങൾക്കാർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയും? കണ്ടോ, യേശുവിന്റെ ജനനത്തിൽ പാപമില്ലായിരുന്നു, യേശുവിന്റെ വളർച്ചയിൽ പാപമില്ലായിരുന്നു, യേശുവിന്റെ ജീവിതത്തിൽ പാപമില്ലായിരുന്നു. യേശു പാപമില്ലാത്തവനായി ജനിച്ചു, പാപം അറിയാത്തവനായി ജീവിച്ചു. പാപമൊഴികെ നമുക്ക് സകലർക്കും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു, പാപമൊഴികെ. അതേ സ്നേഹിത, പാപമില്ലാത്തൊരു പരിശുദ്ധൻ ഈ ഭൂമിയിൽ ജനിച്ചു. കേട്ടോ, പാപമില്ലാത്തൊരു പരിശുദ്ധൻ ഈ ഭൂമിയിൽ വളർന്നു. കേട്ടോ, ഈ പാപം കൊണ്ട് നിറഞ്ഞ ലോകത്ത്, ഈ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്ത് പാപമില്ലാതെ ജനിച്ച ഒരുവനേ ഉള്ളൂ, പാപമില്ലാതെ ജീവിച്ച ഒരുവനേ ഉള്ളൂ, പാപമില്ലാതെ വളർന്ന ഒരുവനേ ഉള്ളൂ, പാപമില്ലാതെ ആയിരുന്ന ഒരുവനേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ യേശുവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യനായി ജനിച്ച ഒരുവനെ ദൈവമായി ആരാധിക്കണമെങ്കിൽ അത് ക്രിസ്തുവോളം യോഗ്യൻ മറ്റാരുമില്ല എന്നാണ്. കൊണ്ട് ഓരോരോ കാര്യങ്ങളെ മനുഷ്യ ദൈവം സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:1 നമ്മൾ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം ഓരോരോ വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഓരോരോന്നിനെ ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. എല്ലാം കൊള്ളാം 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ദൈവം മനുഷ്യനെ ഇതിനെയെല്ലാം അടക്കി വാഴുവാൻ വേണ്ടി മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുവാനിടയായി. ഈ കാണുന്ന സർവ്വചരാചരങ്ങളെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് എന്നെ പോലെ എന്നെയും നിങ്ങളെയും വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കാമായിരുന്നു. മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചെങ്കിൽ ഉണ്ടാകുമായിരുന്നു, ആണും പെണ്ണുമായി മാറട്ടെ എന്ന് പറഞ്ഞെങ്കിൽ മാറുമായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം, സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്തില്ല. വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച ആകാശത്തെയും ഭൂമിയെയും നോക്കി കൊള്ളാമെന്ന് പറഞ്ഞ ദൈവം നിലത്തേക്ക് ഇറങ്ങി വന്ന നിലത്തെ പൊടിയെടുത്ത മനുഷ്യനെ തന്റെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം സൃഷ്ടിക്കുവാനിടയായി. എല്ലാം കൊള്ളാമെന്ന് പറഞ്ഞ ദൈവം മനുഷ്യന്റെ കാര്യത്തിൽ ദുഃഖിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. മനുഷ്യന്റെ സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം ദൈവം ദുഃഖിക്കുവാനിടയായി തീർന്നു. സകലതും കൊള്ളാമെന്ന് പറഞ്ഞ ദൈവം മനുഷ്യന്റെ സൃഷ്ടിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനോവ്യസനം പ്രാപിക്കുവാനിടയായി. കാരണം അവന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ പാപമായി മാറി, അവന്റെ ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ളതായി തീർന്നപ്പോൾ മനുഷ്യനെ ഓർത്ത് ദൈവം ദുഃഖിക്കുകയാണ്. സൃഷ്ടിച്ചതിനെ എല്ലാം നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴാണ്. എങ്ങനെയാ മനുഷ്യനിൽ മരണം കടന്നത്? മരിക്കാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നീണാൽ വാഴാനാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സന്തോഷമായി ജീവിക്കാനാണ്. പക്ഷെ മനുഷ്യനിൽ പാപം പ്രവേശിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് ഏദൻ പൂങ്കാവനം എന്ന് പറയുന്ന ഒരു മനോഹര സ്ഥലത്താക്കി അവിടെ എല്ലാം ഒരുക്കി കൊടുത്തു. പക്ഷേ സാത്താൻ എന്ന് പറയുന്ന ഒരു തിന്മയുടെ ശക്തി ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുവാനിടയായി.
ആ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ